നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ നമ്മുടെ ഭരണകൂടത്തിൻ്റെ നമ്മൾ തിരഞ്ഞെടുത്ത് ഭരിക്കാൻ അയക്കുന്ന ഭരണകർത്താക്കളുടെ MLA-മാരുടെ വാർഡ് മെമ്പർമാരുടെ ഒക്കെ മന്ത്രിമാരുടെയൊക്കെ ഭരണത്തെ ഒന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ്, നാടിന് വേണ്ടി അവർ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് നാണം കെടും എന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇത് ചടയമംഗലം മണ്ഡലത്തിലെ ചിത്ര പഞ്ചായത്തിലെ 1-ാം വാർഡ് അരുക്കുഴി വാർഡിൻ്റെ ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഈ കാലത്ത് അതൊരു 10-30 വർഷം മുമ്പ് ഒരു 2-3 പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു റോഡാണ്. കാര്യം മറ്റു റോഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഈ പ്രദേശത്ത് ഈ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ധാരാളം വീടുകളുണ്ടായിരുന്നു, ധാരാളം താമസക്കാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ വാർഡ് മെമ്പർമാരും MLA-മാരും ഒക്കെ അവഗണിച്ച് കട്ടുമുടിക്കാൻ വേണ്ടി മാത്രമായി ഒരു മാറിയപ്പോൾ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിട്ട് കൂടി ഇവിടെ ഒന്നും സംഭവിച്ചില്ല. കാട് പിടിച്ച് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ അവസാനത്തെ വീട്. പക്ഷേ അവിടെ ഇപ്പോൾ ഇല്ല, അവിടെ കാടാണ്. ആദ്യം അവർ താമസം മാറ്റി. അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അതായിരുന്നു 2-ാമത്തെ വീട്. ആ വീട്ടിലും ഇല്ല, അത് വീടൊക്കെ ഇടിഞ്ഞു പോയി കിടക്കുന്ന അതാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഇവിടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണാതെ പോകരുത്. നമ്മുടെ ചിഞ്ചുറാണി മന്ത്രി 5 കൊല്ലം ഇവിടെ ഇരുന്ന് മലമറിച്ചതിൻ്റെയൊക്കെ ആണ് ഈ കാണുന്നത്. ചടയമംഗലമായിരുന്നല്ലോ അവരുടെ MLA സ്ഥാനം എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നത് ഈ വീട്. ഇതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് വീട്, അവസാനത്തെ വീട്, ഇപ്പോൾ ഈ റോഡിലുള്ള അവസാനത്തെ വീട്. ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു വയസ്സായ ഒരാൾ മാത്രമാണ്. അവർ നടന്നു പോണ വഴികളാണ് ഈ കാണുന്നത്. നോക്കൂ, രാത്രിയിലൊന്നും നടക്കേണ്ടി വന്നാൽ നടക്കാൻ കഴിയില്ല. കാടാണ്, വെള്ളം ഒഴുകാൻ ഒരു ചാലില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നോക്കൂ, വന്നു കഴിഞ്ഞാൽ ഒന്ന് മടങ്ങിക്കഴിഞ്ഞാൽ, രാത്രി മടങ്ങിക്കഴിഞ്ഞാൽ ആ കാല് അതോടുകൂടി തീരുമാനമാവും. അതുമാത്രമല്ല, അവിടെ പാമ്പുകളുണ്ട്. നടന്നു വരുമ്പോൾ പാമ്പ് കടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഏറ്റവും അധികം ആൾക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു റോഡ് ഭരണകൂടങ്ങളുടെ അവഗണന കൊണ്ട് ഏതറ്റം വരെ എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ എത്തിക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നസീർ MLA ആണ് ഇവിടുത്തെ MLA. ഈ റോഡൊന്ന് നന്നാക്കണം. നിങ്ങളിവിടുത്തെ MLA ആണെന്നുണ്ടെങ്കിൽ, MLA എന്ന് പറഞ്ഞാൽ വോട്ട് വാങ്ങിയിട്ട് അവിടെ കസേര കയറി കുത്തിയിരുന്നിട്ട് ഞാനൊരു MLA ആണെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലല്ലോ. ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ മുൻഗാമികൾ കാണിച്ചു വെച്ചിട്ടുള്ള തോന്നിയാസങ്ങളും വാഗ്ദാന ലംഘനങ്ങളും കൊണ്ടാണ്. നിങ്ങളുടെ മുൻഗാമിയായിട്ടുള്ള ഒരു മുരളി എന്ന് പറഞ്ഞിട്ടൊരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു ഇവിടെ. ഏതാണ്ട് 10-35-40 കൊല്ലം മുമ്പ് അയാളിവിടെ മെമ്പറായിട്ട് വരുന്ന സമയത്താണ് ആദ്യത്തെ വാഗ്ദാനം ഇവിടെ ഉണ്ടാകുന്നത്. ഞങ്ങളിവിടെ റോഡ് ഇങ്ങനെ ഉണ്ടാക്കും, ഇതങ്ങ് അക്കരെ മുട്ടിക്കും, പിന്നെ ആന ചെയ്യും ചേന ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാലഘട്ടം കഴിഞ്ഞു. ചെയ്യാൻ പറ്റുന്നത് കുറച്ച് പല ഭാഗത്തും ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം ഇവിടെ ഇടതും വലതുമായിട്ട് പലരും ഉണ്ടായി. CPIയുടെ സ്ഥിര മണ്ഡലമാണ്. അരിവാളും നെൽക്കതിലും കുത്തി നാട്ടുകാരുടെ കൈയൊടിഞ്ഞു എന്നല്ലാതെ ഇവിടെ ഒരു തേങ്ങയും നടന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നെ പറയുന്നത് ഈ ദൃശ്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നുകൊണ്ടാണ്. ഇപ്പോൾ 5 കൊല്ലം ഇവിടെ ഒരു MLA ആയ ചിഞ്ചുറാണി മന്ത്രിയായി ഇവിടെ ഭരിച്ച സമയത്ത് ഇതുപോലെ 2 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഇവിടെ വന്നൊന്ന് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു പിണ്ണാക്കം നടന്നില്ല. ഈ കാണുന്ന കാടുകൾ നോക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് നന്നാക്കാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ എടുത്തോ, ഇവിടുത്തെ MLA എടുത്തോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനോ കായില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ നാട്ടുകാരുടെ വോട്ട് വാങ്ങി കുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നത്? ഇത് മുകളിൽ വരെ കണ്ടമാനം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, പലരും താമസക്കാരുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അവഗണന എന്ന് പറഞ്ഞാൽ അവഗണന. ഒരു ഉളുപ്പുമില്ലാതെ വോട്ട് വാങ്ങി അങ്ങോട്ട് വെച്ചിട്ട് നിങ്ങൾ ആ കസേര കുത്തിയിരുന്ന് ഞെളിഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. ഒരല്പമെങ്കിലും ആത്മാർത്ഥം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വോട്ട് വാങ്ങി കയറിയിരിക്കുന്നത് ഈ നാടിൻ്റെ വികസനത്തിനാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും വേണ്ട, ഒരു 5-10 ലക്ഷം കൊണ്ട് ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. എന്നത്തേക്കുമായി തീരുന്ന ഒരു 5-10 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇനി എത്ര കൊല്ലം ഇവർ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഞാനൊക്കെ ഇവിടെ താമസിച്ചിരുന്ന ആളാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഈ റോഡ് ഞങ്ങളാണ് ശരിയാക്കിയിട്ടിരുന്നത്. ഇവിടെ ഓടയുണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അന്നും കുറേ പഞ്ചായത്തിൻ്റെ ഉണ്ണാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു.
ആ ഉണ്ണാക്കന്മാർ മേലോട്ട് നോക്കി കൊട്ടാവിട്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്തിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞത് അതിനേക്കാൾ വലിയ ഉണ്ണാക്കന്മാരായതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പേരിൽ എന്ത് നടപടി വന്നാലും ശരി തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട നസീർ, താങ്കൾ ഇവിടെ ആദ്യമായിട്ട് MLA ആകാണ്. കഴിഞ്ഞ തവണ താങ്കൾ തോറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ ഒരു പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് മടുത്തതാണ്. താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കൊച്ചുതോട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, താങ്കളുടെ മണ്ഡലത്തിൽ കാഞ്ഞിരത്തുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊച്ചുതോട്ടമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരല്പം താഴേക്ക് ഒരു 10-200 മീറ്റർ താഴേക്ക് വരുമ്പോൾ വലതുവശത്തേക്ക് ഒരു ചെറിയൊരു റോഡ് കാണും. ആ റോഡിൻ്റെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സന്ദർശിക്കണം. ഒന്ന് സന്ദർശിച്ചിട്ട് ഒന്ന് കാണണം. നിങ്ങൾക്ക് കാലുളുക്കാതെ നടുവുളുക്കാതെ വീഴാതെ തട്ടിത്തടഞ്ഞ് വീണ് നിങ്ങളുടെ മടമ്പുംകാല് കേടുവരാതെ താഴേറ്റം വരെ നടക്കാനുള്ള ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ആശുപത്രിയിലായിരിക്കും പോവുക. ഇത്രയാണ് പറയാനുള്ളത്. കാരണം ഇവിടെയും ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ പ്രതീക്ഷയോടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അവർക്കും കൂടി വേണ്ടിയാണ്. ആ ഒരു ചിന്ത വേണം. അല്ലാതെ 5 കൊല്ലം കൂടെ കുത്തിയിരുന്നിട്ട് ഞങ്ങൾ അവിടെ പാലം പണിഞ്ഞു, ഇവിടെ തോട് പണിഞ്ഞു, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പണിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള നാണക്കേട് നാളെ നിങ്ങളും കേൾക്കേണ്ടി വരും. അത് ചിഞ്ചുറാണി കേൾക്കുന്നത് പോലെ. അതിനു മുമ്പ് ഇവിടെ ചന്ദ്രമോഹൻ എന്നൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാലം മുതൽ പറയുന്നതാണ്. പക്ഷേ ഒരു പിണ്ണാക്ക് ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന് ചെയ്തോളെ. ഒരു പൗരൻ്റെ ഒരു പ്രതികരണം ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവഴിയാണ് ആൾക്കാർക്ക് നടന്നു പോകേണ്ടത് എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാണ്. നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരോടാണ് പറയുന്നത്. ഒരു വാർഡിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുമരിലാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പ്രാഥമിക ഭരണകൂടത്തിൻ്റെ എന്താ പറയുക നിയന്ത്രിതാവാണ് ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അത് ആര് തന്നെ ആയിരുന്നാലും അവരുടെ ഉത്തരവാദിത്വമാണ് തങ്ങളുടെ ആ ഏരിയയിലേക്ക് ഫണ്ട് കൊണ്ടുവരിക, അത് ചെയ്യാന്നുള്ളത്. വേണ്ട, ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ അങ്ങേ തലയ്ക്കൽ ഏതെങ്കിലും മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതൊരു കൊന്ത്രിയുടെയോ ഒരു സ്ഥലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായി കിടന്നേനെ. ഇതാണ് എൻ്റെ വസ്തുത. മനസ്സിലായില്ലേ? ഏതായാലും ഇത്തവണ വന്നപ്പോൾ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 40-40 വർഷമായിട്ട് ഇവിടെ കുറേ MLAമാരും കുറേ മന്ത്രിയൊക്കെ ഭരിച്ച് അങ്ങോട്ട് മറിച്ച ഈ നാട്ടിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ഒരു വാർഡ് മെമ്പർ, ആ വാർഡ് മെമ്പർ വിചാരിച്ചപ്പോൾ ഈ റോഡിൽ വെളിച്ചം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു വാർഡ് മെമ്പർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കുന്ന ഒരു നാട്ടിലാണ് ഇവിടെ MLAമാരും മന്ത്രിയൊക്കെ ആയിട്ടും ഒക്കെ തിരിഞ്ഞു നോക്കാതെ കിടന്നതെന്ന് തെളിവാണത്. പറയുമ്പോൾ എല്ലാം കൂടി പറയണമല്ലോ. അപ്പോൾ ഒരു വാർഡ് മെമ്പർക്ക് ഇവിടെ വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പർ അവരുടെ ഏരിയ നടക്കാനുള്ള ഒരു സൗകര്യങ്ങളും ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ചെയ്യും എന്നൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 40-40 വർഷമായി ഇവിടെ ഭരിച്ചിരുന്ന MLAമാർ, CPയുടെ സ്ഥിര മണ്ഡലമാണ് കേട്ടോ. അവിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ചിഞ്ചുറാണി മന്ത്രിയായിരുന്നത്. മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു 10 പൈസയ്ക്ക് ഒരു ഉപകാരമില്ല ഈ മേഖല ചെയ്തിട്ടില്ല. ഒരു കാര്യമില്ല. എന്തിനാണ് 5 കൊല്ലം അവിടെ ഇരുന്നത് എന്നുള്ളൊരവസ്ഥയാണ്. Different angles. Don't forget to subscribe and support this channel.